ടെക് ഫോർ ഗീൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ HP ഡെസ്ക്ജെറ്റിൻ്റെ 15 മോഡൽ പ്രിൻ്ററിൻ്റെ ചെറിയൊരു കംപ്ലൈൻ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. ആ കംപ്ലൈൻറ്റ് എങ്ങനെയാണ് പരിഹരിക്കുന്നത് നമുക്ക് നോക്കാം. ഇതിൻ്റെ കംപ്ലൈൻറ്റ് ബ്ലാക്കിൻ്റെ ഇങ്കിൻ്റെ ലൈറ്റും ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യുന്നത് കാണാം. അതുപോലെ തന്നെ കളറിൻ്റെ ഇങ്കിൻ്റെ ലൈറ്റും അത് രണ്ടും ഇങ്ങനെ ബ്ലിങ്ക് ചെയ്ത് നിൽക്കുന്ന കാണാം. അതുപോലെ തന്നെ ഇതിൻ്റെ പേപ്പർ ജാമിൻ്റെ ലൈറ്റും ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യുന്നത് കാണാം. അതുപോലെ ഇതിൻ്റെ സ്കാനിങ്ങും വർക്ക് ചെയ്യുന്നില്ല. ഇതിനകത്ത് ഈ പ്രിൻ്ററിൻ്റെ അകത്തായിട്ട് റോൾ ചെയ്യുന്ന സൗണ്ടൊക്കെ കേൾക്കാം. പേപ്പറിനൊന്നും ഒരു അനക്കില്ല, പേപ്പറൊന്നും വരുന്നില്ല. അകത്ത് ചെറിയ പേപ്പറിൻ്റെ കഷ്ണങ്ങളൊക്കെ കുടുങ്ങി കഴിഞ്ഞാൽ ഈ സെയിം കംപ്ലൈൻറ്റ് തന്നെ വരും. പക്ഷെ അങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോൾ അങ്ങനെ ഒന്നും കാണുന്നില്ല. ഇത് കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതിൽ മെയിൻ്റനൻസ് പ്രോസസ്സ് എന്ന് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇങ്ക് കാർട്രിഡ്ജ് സ്റ്റാൽഡ് എന്ന് കാണിക്കുന്നുണ്ട്. ഇതിൻ്റെ കാർട്രിഡ്ജ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവിങ് ആവുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് കംപ്ലൈൻ്റ് എന്ന് നമുക്കിത് അഴിച്ചു നോക്കാം. ഇതിൻ്റെ ലോക്ക് പിടിക്കാൻ വേണ്ടി ചെറിയ സ്ക്രൂ ഡ്രൈവറോ അതുപോലെ ടെസ്റ്ററോ ഉപയോഗിച്ചിട്ട് പതുക്കെ ഇങ്ങനെ തിക്കിയെടുക്കാം. തിക്കിയെടുത്ത് കഴിഞ്ഞാൽ ഇത് ലോക്ക് വിട്ട് കഴിഞ്ഞാൽ നമുക്കിത് പൊക്കിയെടുക്കാം. ഇത് പതിയെ പൊക്കാൻ പാടുള്ളൂ. പതിയെ പൊക്കി കഴിഞ്ഞാൽ ഇത് 2 സ്ട്രിപ്പുകളുണ്ട്, കണക്ഷൻസ് വരുന്നുണ്ട്. ആ കണക്ഷൻസിൽ പതുക്കെ വലിച്ചൂരി എടുക്കണം. പെട്ടെന്ന് വലിച്ചു കഴിഞ്ഞാൽ സ്ട്രിപ്പൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ പിണിഞ്ഞ് ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയും. അപ്പോൾ ശ്രദ്ധിച്ച് വേണം അത് ഊരാൻ. ഇനിയിപ്പോൾ ചെക്ക് ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ എൻകൗണ്ടർ സ്ട്രിപ്പ് ഉണ്ട്. ആ സ്ട്രിപ്പും പൊടി അഴുക്കുകൾ പിടിച്ച് കഴിഞ്ഞാൽ ഇതേപോലെ കംപ്ലൈൻറ്റ് ഇത് സെയിം കംപ്ലൈൻറ്റ് കാണിക്കും. ഇത് സെൻസ് ചെയ്യാനാണ് സ്ട്രിപ്പ്. ഇതുമ്പോൾ കാർബൺ ഉണ്ട് ആ സ്ട്രിപ്പിൽ. ആ കാർബൺ ചെറുതായിട്ട് പോയാലും ഈ കംപ്ലൈൻറ്റ് വരും, സെയിം കംപ്ലൈൻറ്റ്. അപ്പോൾ ഇത് നല്ലോണം തുടച്ചെടുക്കാം. തുടച്ചെടുക്കുമ്പോൾ വളരെ പയ്യെ തുടയ്ക്കാൻ പാടുള്ളൂ. അമർത്തി തുടച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ കാർബൺ പോയി കഴിഞ്ഞാൽ പിന്നെ ഇത് വർക്കാവില്ല. പൊടി അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ സെയിം കംപ്ലൈൻറ്റ് വരും. അപ്പോൾ നല്ലോണം കോട്ടൺ വാഷ് എടുത്തിട്ട് തുണി എടുത്തിട്ട് ക്ലിയറാക്കി തുടച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് രണ്ടാമത് സെറ്റ് ചെയ്ത് ഓൺ ചെയ്ത് നോക്കാം. അതുപോലെ ഇതിൻ്റെ ഉള്ളിൽ വല്ല പേപ്പറിൻ്റെ കഷ്ണങ്ങളൊക്കെ ഉണ്ടോ എന്ന് നോക്കണം. അങ്ങനെ ഉണ്ടായാലും ഈ സെയിം കംപ്ലൈൻ്റ് ആയിരിക്കും. ഇതിനകത്ത് നോക്കിയിട്ട് പേപ്പറിൻ്റെ കഷ്ണങ്ങളൊന്നും കാണുന്നില്ല. ഇത് തുടച്ചിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്കിത് പഴയ മാതിരി തന്നെ ഇത് സെറ്റ് ചെയ്യാം. പ്രിൻ്റർ ഓണാക്കി കഴിഞ്ഞപ്പോൾ പഴയ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. കളർ ഇങ്കിൻ്റെയും അതുപോലെ തന്നെ ബ്ലാക്ക് ഇങ്കിൻ്റെയും ഇൻഡിക്കേറ്റർ ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യുന്നത് കാണുന്നില്ല. അതുപോലെ പേപ്പർ ജാമിൻ്റെ ഇൻഡിക്കേറ്ററൊന്നും കത്തുന്നത് കാണുന്നില്ല. അതുപോലെ ഇതുപോലത്തെ എൻകൗണ്ടർ സ്ട്രിപ്പ് കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ സെയിം കംപ്ലൈൻ്റ് ആയിരിക്കും. അതുപോലത്തെ കാർബണൊക്കെ പോയി കഴിഞ്ഞാൽ ഈ സെയിം കംപ്ലൈൻ്റ് ആയിട്ട് വരും. അപ്പോൾ എൻകൗണ്ടർ സ്ട്രിപ്പ് ഒന്ന് ചേഞ്ച് ചെയ്താൽ മതി. പ്രിൻ്റർ റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചേക്കണേ. അതുപോലെ എല്ലാ കൂട്ടുകാരിലേക്ക് എത്തിക്കാൻ മാക്സിമം ഷെയർ ചെയ്തേക്കണേ. തൊട്ടടുത്ത ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള ചെറിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.